ഒരു ലോക്കറിനെ കുറിച്ച് പറഞ്ഞില്ലേ, അതെ. ഒരു ലോക്കറുണ്ട്, അത് തുറക്കണം, സീൽ ചെയ്തിട്ട് പോയി. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് 500 കോടി രൂപയുടെ പണം കണ്ടെത്തിയിരുന്നു. അത് ഹവാല പണമായിരുന്നു. അതിൻ്റെ സോഴ്സ് ചോദിച്ചത് റോയ്ക്ക് പ്രശ്നമായി, അതും ആത്മഹത്യയിലേക്ക് നയിച്ചോ എന്നുള്ള സംശയം വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ ദുരൂഹമായ കാര്യങ്ങൾ അന്വേഷിക്കുമ്പോൾ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യത്തെ കോൺസൽ ജനറലായിരുന്നു റോയ്. കേരളത്തിൻ്റെയും കർണാടകയുടെയും ചുമതലയുള്ള അല്ലേ കോൺസൽ ജനറലായിരുന്നു എന്ന് പറയുന്നു. ഈ സ്ലോവാക്യ എന്ന് പറയുന്ന രാജ്യം എല്ലാവിധ ആയുധ കച്ചവടം, മയക്കുമരുന്ന് കച്ചവടം, ഇതിൻ്റെയൊക്കെ ദുരൂഹമായ കേന്ദ്രമുള്ളതായിരുന്നു എന്നൊക്കെ പറയുന്നു. അങ്ങനെ ആകെ ഒരു ദുരൂഹതയുണ്ട്. സ്ലോവാക്യയുടെ കോൺസൽ ജനറൽ ആയിരിക്കുന്നു എന്നതുകൊണ്ട് അന്ന് കമ്പനിയുടെ MD ഇദ്ദേഹത്തിൻ്റെ മരണത്തിന് ശേഷം നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞത് അത് വെറുതെ ഒരു സാംസ്കാരിക, അവിടെയൊക്കെ റോയ് പോയിട്ടുള്ള സ്വന്തം കയ്യിലെ കാശ് മുടക്കിയാണ് പോയിട്ടുള്ളത്, അതുകൊണ്ട് അദ്ദേഹത്തിനൊരു ഗുണവും ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത്. അങ്ങനെ തന്നെ ആയിരിക്കാം ശരി. പക്ഷേ എന്നാൽ പോലും ഈ രാജ്യത്തിൻ്റെ ചരിത്രം വളരെ മോശമാണ്. അപ്പം ഞാൻ മുമ്പ് ഒരു വീഡിയോ നമ്മൾ പറഞ്ഞു, ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻസ് തുടങ്ങിയ ഈസ്റ്റ് വെസ്റ്റ് എയർലൈൻസ് തഖിയുദ്ദീൻ വാഹിദ് എന്ന് പറയുന്ന ആളാണ് ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ എയർലൈൻസ് തുടങ്ങിയ മലയാളിയാണ്. ബോംബെയിൽ ബാന്ദ്രയ്ക്കടുത്തുള്ള ഒരു റോഡിൽ അദ്ദേഹം വെടിയേറ്റ് കൊല്ലപ്പെട്ടു. അന്ന് കേട്ടിരുന്ന കഥ എന്ന് പറയുന്നത് തഖിയുദ്ദീൻ വാഹിദിന് ഈ സ്വകാര്യ എയർലൈൻസ് തുടങ്ങാൻ വേണ്ടി വലിയ തോതിൽ പണം കൊടുത്ത് സഹായിച്ചത് മുംബൈ അധോലോകം ഡി കമ്പനി ഉൾപ്പെടെയുള്ള ആളുകളാണെന്നൊക്കെയുള്ള കഥകളൊക്കെ ഉണ്ട്. അത് അവരുമായിട്ടുള്ള എന്തോ സാമ്പത്തിക ഇടപാട് തെറ്റിയതിനെ തുടർന്ന് അവർ വാഹിദിനെ വെടിവെച്ച് കൊന്നു എന്നൊരു കഥ അന്ന് മുതലേ ഉണ്ട്. അതിൻ്റെ കൃത്യമായ അന്വേഷണ റിപ്പോർട്ടൊന്നും പുറത്തു വന്നിട്ടില്ല പൂർണ്ണ തോതിൽ. അപ്പോൾ അതുപോലെ ഒരു പക്ഷേ റോയിയുടെ പക്കൽ ഈ 500 കോടി രൂപയുടെ ഹവാല പണം വരികയും അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ IT പിടിക്കാൻ വരുന്നു, IT പിന്നാലെ കൂടിയിരിക്കുന്നു, റെയ്ഡ് ചെയ്തിരിക്കുന്നു, ചില രേഖകൾ പരിശോധിക്കാൻ വേണ്ടി ഒപ്പിട്ട് നൽകാൻ വേണ്ടി റോയിയെ വിളിച്ചു വരുത്തുന്നു. ഇതൊക്കെ അറിഞ്ഞിട്ട് എങ്ങാനും ഞങ്ങളുടെ പേരോ വല്ലതും വെളിപ്പെടുത്തിയാൽ എന്നുള്ളൊരു ഭീഷണി ഉണ്ടായിരിക്കുമോ? ഏതായാലും ഈ നമ്പർ വളരെ പ്രധാനപ്പെട്ട, അജ്ഞാതൻ ആരാണ് റോയിയെ വിളിച്ചതെന്നുള്ള വളരെ പ്രധാനപ്പെട്ട